പണ്ട് പണ്ട്, വളരെ പണ്ട്, മനോഹരമായ ഒരു മലയുടെ താഴ്വാരത്തിൽ പച്ചപ്പട്ടു വിരിച്ചതുപോലെയുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ വീടുകൾക്കിടയിൽ പൂക്കൾ നിറഞ്ഞ ഒരു വലിയ തറവാട്ടുമുറ്റത്ത് അമ്മു എന്നു പേരുള്ള ഒരു അമ്മ പട്ടിയും അവളുടെ ഓമനയായ കുഞ്ഞു പറ്റിക്കുട്ടിയും താമസിച്ചിരുന്നു. പറ്റിക്കുട്ടി കാണാൻ അതീവ സുന്ദരനായിരുന്നു. പഞ്ഞിപ്പൂ പോലെ വെളുത്ത രോമങ്ങളും അതിലങ്ങിങ്ങായി തവിട്ടു നിറത്തിലുള്ള ചെറിയ പുള്ളികളും അവനുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ കരിമഷി എഴുതിയതുപോലെ തിളങ്ങുന്നതും വാലെപ്പോഴും ഒരു ചോദ്യചിഹ്നം പോലെ വളഞ്ഞതുമായിരുന്നു. ഒരു ദിവസം ആകാശം നല്ല തെളിഞ്ഞ നീല നിറത്തിൽ കാണപ്പെട്ടു. സൂര്യൻ പൊന്നുകൊണ്ട് അലങ്കരിച്ച ഒരു തളിക പോലെ ഉദിച്ചുയർന്നു. പ്രഭാതത്തിലെ ഇളം വെയിൽ മുറ്റത്തെ ചെടികളിലെ മഞ്ഞുതുള്ളികളിൽ തട്ടി വജ്രം പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. പറ്റിക്കുട്ടി മുറ്റത്ത് ഉണർന്നെഴുന്നേറ്റു. അവൻ മടിയോടെ ഒന്ന് മൂരി നിവർന്നു. പിന്നെ തൻ്റെ കുഞ്ഞു വാലാട്ടി അമ്മയുടെ അടുത്തെത്തി. അമ്മേ, ഇന്ന് വല്ലാത്തൊരു ഭംഗിയാണ് പുറത്ത്. നോക്കൂ, ആ ചെമ്പരത്തിപ്പൂവ് ചുവന്ന് തുടുത്തിരിക്കുന്നത് കണ്ടോ? പറ്റിക്കുട്ടി ചോദിച്ചു. അമ്മ അവനെ സ്നേഹത്തോടെ നക്കിത്തുടച്ചു. ശരിയാണ് മോനെ, പക്ഷേ നീ മുറ്റത്തെ വേലിക്ക് അപ്പുറത്തേക്ക് തനിയെ പോകരുത്. അവിടെ വലിയ കാടാണ്, വഴിതെറ്റാൻ എളുപ്പമാണ്, അമ്മ ഉപദേശിച്ചു. എന്നാൽ പറ്റിക്കുട്ടിക്ക് അന്ന് വല്ലാത്തൊരു ഉത്സാഹമായിരുന്നു. പെട്ടെന്നാണ് അവനത് കണ്ടത്. ഇന്ദ്രധനസ്സിലെ എല്ലാ നിറങ്ങളും ചേർന്നതുപോലെയുള്ള ഒരു മനോഹരമായ പൂമ്പാറ്റ. അതവൻ്റെ മൂക്കിൻ തുമ്പിൽ വന്നിരുന്ന് അവനെ കൊതിപ്പിച്ചു. ഹായ്, എന്തു ഭംഗിയാണ് നിന്നെ കാണാൻ. നീ എങ്ങോട്ടാണ് പോകുന്നത്? പറ്റിക്കുട്ടി ചോദിച്ചു. പൂമ്പാറ്റ മറുപടി പറയാതെ ചിറകുകൾ വീശി പറന്നുയർന്നു. അതിൻ്റെ ചിറകുകൾ വെയിലിൽ മിന്നിത്തിളങ്ങി. പറ്റിക്കുട്ടിക്ക് പിടിച്ചു നിൽക്കാനായില്ല. അമ്മയുടെ ഉപദേശം അവൻ മറന്നുപോയി. അവൻ ആ പൂമ്പാറ്റയുടെ പിന്നാലെ ഓടാൻ തുടങ്ങി. മുറ്റം കഴിഞ്ഞ് വേലി ചാടിക്കടന്ന് അവൻ തൊടിയിലൂടെയും പാടങ്ങളിലൂടെയും ഓടി. ചുറ്റും പച്ചപ്പിൻ്റെ വസന്തമായിരുന്നു. കാറ്റ് മരച്ചില്ലകളെ തഴുകി പാടുന്ന ശബ്ദം സംഗീതം പോലെ തോന്നി. പൂമ്പാറ്റ അവനെ കൊതിപ്പിച്ച് മുന്നോട്ട് തന്നെ പറന്നു. ഒടുവിൽ അവർ ഗ്രാമം പിന്നിട്ട് വലിയൊരു വനത്തിൻ്റെ അതിർത്തിയിലെത്തി. അവിടെ മരങ്ങൾ ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്നു. സൂര്യപ്രകാശം മരച്ചില്ലകളിലൂടെ അരിച്ചിറങ്ങി താഴേക്ക് വീഴുന്നത് സ്വർണ്ണ നൂലുകൾ പോലെ തോന്നി. വനത്തിലേക്ക് കടന്നതും പറ്റിക്കുട്ടിക്ക് അത്ഭുതം തോന്നി. അവിടെ പലതരം ശബ്ദങ്ങൾ: കിളികളുടെ പാട്ട്, ചീവീടുകളുടെ കരച്ചിൽ, ഇലകളുടെ മർമരം. പെട്ടെന്ന് മരത്തിൻ്റെ മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടു. കീച്ച് കീച്ച്. നോക്കുമ്പോൾ ഒരു വാലനണ്ണാൻ മരക്കൊമ്പിലിരുന്ന് എന്തോ കാർന്നു തിന്നുന്നു. അത് ചിണ്ടനണ്ണാനായിരുന്നു. എടാ കൊച്ചു പറ്റിക്കുട്ടി, നീ എങ്ങോട്ടാണ് ഈ വലിയ കാട്ടിലേക്ക് തനിയെ പോകുന്നത്? ചിണ്ടൻ ചോദിച്ചു. പറ്റിക്കുട്ടി കിതച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ആ വർണ്ണപ്പൂമ്പാറ്റയെ പിടിക്കാൻ വന്നതാണ്. ചേട്ടൻ അതിനെ കണ്ടോ? ചിണ്ടനണ്ണാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ പൂമ്പാറ്റ മാന്ത്രികമാണ്. അതിനെ പിടിക്കാൻ ആർക്കും കഴിയില്ല. നീ തിരിച്ചു പോയിക്കോ. കാടിരുട്ടായാൽ വഴി കണ്ടുപിടിക്കാൻ പാടാണ്. പക്ഷെ പറ്റിക്കുട്ടി കേട്ടില്ല. എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ കാട് കൂടുതൽ ഇരുണ്ടതായി തോന്നി. മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. പെട്ടെന്ന് കുറ്റിക്കാട്ടിൽ നിന്നൊരു അനക്കം. പച്ചിലകൾക്കിടയിൽ നിന്ന് നീളമുള്ള ചെവികളുള്ള ഒരു മുയൽ പുറത്തേക്ക് വന്നു. അത് തുമ്പിക്കുട്ടൻ മുയലായിരുന്നു. അവൻ്റെ മൂക്ക് വിറയിക്കുന്നുണ്ടായിരുന്നു. പറ്റിക്കുട്ടി, നീ വേഗം തിരിച്ചു പോകുന്നതാണ് നല്ലത്. ആകാശം കറുക്കുന്നത് കണ്ടോ? മഴ വരാൻ പോകുന്നു. തുമ്പിക്കുട്ടൻ മുന്നറിയിപ്പ് നൽകി. പറ്റിക്കുട്ടി മുകളിലേക്ക് നോക്കി. ശരിയാണ്, കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. പക്ഷെ ആ പൂമ്പാറ്റ അപ്പോഴും മുന്നിൽ പറക്കുന്നുണ്ടായിരുന്നു. ഇല്ല, ഞാനതിനെ പിടിച്ചിട്ടേ മടങ്ങൂ, അവൻ വാശി പിടിച്ചു. പെട്ടെന്ന് കാറ്റടിച്ചു തുടങ്ങി. ഉണങ്ങിയ ഇലകൾ ചുഴലിക്കാറ്റിൽ പെട്ടതുപോലെ വട്ടം ചുറ്റി. ആകാശം ഇരുണ്ടു. ദും ദും എന്ന് ഇടിമുഴക്കമുണ്ടായി. പറ്റിക്കുട്ടിക്ക് പേടിയായി തുടങ്ങി. പൂമ്പാറ്റ എങ്ങോട്ടോ അപ്രത്യക്ഷമായി. ഇപ്പോൾ ചുറ്റും ഇരുട്ടു മാത്രം. വലിയ മഴത്തുള്ളികൾ മരച്ചില്ലകളെ ഭേദിച്ച് താഴേക്ക് വീഴാൻ തുടങ്ങി. അമ്മേ, അവൻ പേടിയോടെ വിളിച്ചു. പക്ഷെ അവൻ്റെ ശബ്ദം കാട്ടിൽ അലിഞ്ഞുപോയി. മഴ ആർത്തലച്ചു പെയ്തു. പറ്റിക്കുട്ടി നനഞ്ഞു കുതിർന്നു. അവൻ തണുത്തു വിറയ്ക്കാൻ തുടങ്ങി. വഴി തിരിച്ചു പിടിക്കാൻ അവൻ ശ്രമിച്ചു. പക്ഷെ എല്ലാ മരങ്ങളും ഒരേപോലെ തോന്നി. അവൻ കരഞ്ഞുകൊണ്ട് ഒരു വലിയ ആൽമരത്തിൻ്റെ വേരുകൾക്കിടയിൽ ഒളിച്ചിരുന്നു. ഞാൻ അമ്മയുടെ വാക്ക് കേൾക്കണമായിരുന്നു, അവൻ തേങ്ങിക്കരഞ്ഞു. അപ്പോഴാണ് ഭൂമി കുലുങ്ങുന്നത് പോലെയുള്ളൊരു ശബ്ദം കേട്ടത്. ടപ്പ് ടപ്പ്. വലിയ കാലടികൾ. പറ്റിക്കുട്ടി പേടിച്ചു കണ്ണുകൾ ഇറുക്കിയടച്ചു. പെട്ടെന്ന് ഒരു വലിയ നിഴൽ അവൻ്റെ മേൽ വീണു. അവൻ പതിയെ കണ്ണു തുറന്നു നോക്കി. മുന്നിൽ ഒരു വലിയ മല പോലെ കറുത്ത നിറത്തിൽ ഗംഭീരനായ ഒരു ആന.
അത് വനത്തിലെ കാരണവരായ കേശവനായിരുന്നു. അവന്റെ വലിയ തുതിക്കൈ പറ്റിക്കുട്ടിയുടെ അടുത്തേക്ക് നീണ്ടുവന്നു. എന്തിനാണ് കുഞ്ഞെ നീ മഴയത്തിവിടെ ഇരുന്ന് കരയുന്നത്? ആനയുടെ ശബ്ദം ഗാംഭീര്യമുള്ളതെങ്കിലും സ്നേഹം നിറഞ്ഞതായിരുന്നു. പറ്റിക്കുട്ടി വിറച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് വഴി തെറ്റിപ്പോയി മുത്തപ്പ, ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. കേശവൻ ആന ചിരിച്ചു. അവന്റെ വലിയ ചെവികൾ വീശിക്കൊണ്ടവൻ പറഞ്ഞു, പേടിക്കണ്ട, ഈ കാട് നിന്റെ ശത്രുവല്ല, മിത്രമാണ്. പക്ഷെ അതിനെ ബഹുമാനിക്കണമെന്ന് മാത്രം. വാ, എന്റെ മുതുകിൽ കയറിക്കോളൂ, ഞാൻ നിന്നെ വീട്ടിലെത്തിക്കാം. കേശവൻ ആന തന്റെ തുതിക്കൈ കൊണ്ട് പറ്റിക്കുട്ടിയെ മെല്ലെ എടുത്ത് തന്റെ വലിയ മുതുകിലിരുത്തി. പറ്റിക്കുട്ടിക്ക് അത്ഭുതം തോന്നി. അവനിപ്പോൾ എല്ലാവരേക്കാളും ഉയരത്തിലാണ്. മഴ മെല്ലെ കുറഞ്ഞു തുടങ്ങി. മേഘങ്ങൾ മാറി സൂര്യൻ വീണ്ടും എത്തി നോക്കി. ആകാശത്ത് 7 നിറങ്ങളുള്ള ഒരു വലിയ മഴവില്ല് തെളിഞ്ഞു. മഴ നനഞ്ഞ കാടിന് ഇപ്പോൾ വല്ലാത്തൊരു ഭംഗിയായിരുന്നു. ഇലകളിലെ വെള്ളത്തുള്ളികൾ മുത്തുകൾ പോലെ തിളങ്ങി. കാട്ടിന്റെ മണവും മണ്ണിന്റെ മണവും പറ്റിക്കുട്ടി ആസ്വദിച്ചു. അവർ കാട് പിന്നിട്ട് ഗ്രാമത്തിലെത്തി. പറ്റിക്കുട്ടിയുടെ വീടിന്റെ മുറ്റത്ത് അമ്മപ്പട്ടി കരഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആനയുടെ മുകളിൽ ഇരിക്കുന്ന തന്റെ മകനെ കണ്ടതും അമ്മയുടെ കണ്ണുകൾ വിടർന്നു. കേശവൻ ആന പറ്റിക്കുട്ടിയെ താഴെ ഇറക്കി. അവൻ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മേ, എന്നോട് ക്ഷമിക്കൂ, ഞാനിനി ഒരിക്കലും അനുവാദമില്ലാതെ കാട്ടിലേക്ക് പോകില്ല, അവൻ പറഞ്ഞു. അമ്മ അവനെ നക്കിത്തുടച്ചു. കേശവൻ ആന അവരെ നോക്കി ചിരിച്ചുകൊണ്ട് തിരികെ കാട്ടിലേക്ക് നടന്നു. അന്ന് രാത്രി പറ്റിക്കുട്ടി അമ്മയോട് ചേർന്ന് കിടക്കുമ്പോൾ ആലോചിച്ചു, പ്രകൃതി എത്ര മനോഹരമാണ്. പക്ഷെ മുതിർന്നവർ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അത് ചിലപ്പോൾ അപകടകരവുമാണ്. ഇനി മുതൽ താനൊരു നല്ല കുട്ടിയായിരിക്കുമെന്ന് അവൻ ഉറപ്പിച്ചു. പുറത്ത് നിലാവിൽ കുളിച്ചു നിൽക്കുന്ന കാട് അവനെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി. കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു മാന്ത്രിക കഥയുമായി വീണ്ടും കാണാം. ടാറ്റാ.